അലി ഖൊമേനിയുമായിട്ട് താല്പര്യവും മതമായിട്ട് താല്പര്യമുള്ളവരെ മാത്രം ജനറൽമാരായിട്ട് കൂടെ കൊണ്ടു നടന്നു. അതായത് ഒരു ലോബിയിങ് ഗ്രൂപ്പ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് അലി ഖൊമേനി. ഇതാണ് ബേസിക്കലി ഇറാൻ പട്ടാളത്തിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ പ്രൊപ്പഗൻഡയായിട്ട് മതത്തിൻ്റെയും ഷിയയുടെയും അതേപോലെ പ്രോക്സീസിൻ്റെ പ്രൊപ്പഗൻഡയായിരുന്നു പിന്നീട് ഇവർ നടത്തിയത് മുഴുവന്. ഈ പറയുന്ന IRGC ആണെങ്കിലും ഇറാനിയൻ പട്ടാളത്തിൻ്റെ മറ്റു പല വിങ്ങുകളാണെങ്കിലും ഇവർക്കൊരു പ്രൊഫഷണലിസം ഇല്ലാതായി മാറി. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇത്രമാത്രം ജനറൽമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ പിന്നീട് ചെയിൻ ഓഫ് കമാൻഡ് എങ്ങനെയാണ് കമാൻഡ് കൊടുക്കേണ്ടത് അതിൽ മുഴുവൻ ഇവർക്ക് താളപ്പഴ പറ്റി. ഇതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അകത്തൊരു തെളിവ് ഞാൻ പറയാം. ഇപ്പം ഇറാൻ നോക്കുവാണെങ്കിൽ, ഇറാൻ്റെ മാപ്പ് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വെസ്റ്റേൺ ഇറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാരണം ഇറാൻ്റെ വെസ്റ്റേൺ, സെൻട്രൽ ഇറാനുണ്ട്, വെസ്റ്റേൺ ഇറാനുണ്ട്. അപ്പം ഈ വെസ്റ്റേൺ ഇറാനുമായിട്ടാണ് കൂടുതലും ഇവർ മിസൈൽ ലോഞ്ചേഴ്സ്, അതായത് നിയർ ടു ഇസ്രായേൽ അവർ ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം അതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഇറാനിൽ ഇത്രമാത്രം മിസൈലും എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ടാർഗറ്റ്, UAE അവരുടെ ടാർഗറ്റാണ്, സൗദി അറേബ്യ അവരുടെ ടാർഗറ്റാണ്.